നിൽക്കുന്നത് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂള് വെട്ടിക്കവല സ്കൂളിലെ ഭിന്നശേഷി സൗഹൃദ കേന്ദ്രത്തിലാണ്. നമ്മളോടൊപ്പം ഉള്ളത് പ്രിൻസിപ്പൽ സാറ് ബിജു സാറ്, PTA പ്രസിഡന്റ് ഗിരീഷ് സാർ, പിന്നെ ഈ ഭിന്നശേഷി കേന്ദ്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന എൽസമ്മ ടീച്ചറാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഈ നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഒരു ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് അത്രയും ഫ്രണ്ട്ലി ആയിട്ടും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറച്ചും കൂടെ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കാണാം. വെട്ടിക്കവല പഞ്ചായത്തിലെ വിവിധ സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് നമ്മുടെ വെട്ടിക്കവല സ്കൂളിലെ പഞ്ചായത്തിൻ്റെ വകയിലുള്ള 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റ് അനുഭവത്തോടുകൂടി നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഈ സംഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. അതായത് പഞ്ചായത്തിലെ അംഗൻവാടി, പ്രീ പ്രൈമറി എന്നീ സ്ഥലങ്ങളിലുള്ള ഭിന്നശേഷി കുഞ്ഞുങ്ങളാണ് ഇവിടെ തെറാപ്പിക്കായിട്ട് വരുന്നത്. സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ബിഹേവിയർ തെറാപ്പി തുടങ്ങിയ തെറാപ്പികളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇവിടെ. എന്തൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫെസിലിറ്റീസ് കൊടുക്കുക? ഇത് നമ്മളെ ബോൾ പൂൾ എന്ന് പറയും. കുട്ടികൾക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടാകാൻ വേണ്ടിയും കളർ കൺസെപ്റ്റിന് വേണ്ടിയാണ് ഈ മെറ്റീരിയൽ. ഇത് നമ്മൾ കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കുന്നതായിട്ട് നമ്മൾ ഇതിൽ കുട്ടിയെ കെട്ടിയിട്ട് അവരിങ്ങനെ ചാടുമ്പോഴത്തേക്കും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ഉള്ള കുട്ടികൾ ചാടുമ്പോൾ അവരുടെ ആ ഹൈപ്പർ ആക്ടിവിറ്റി ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മളതാണ്ട് പിള്ളേർക്ക് വേണ്ടിയ ബോക്സിങ്, അതൊക്കെ ഒരു കൈക്കുള്ള പ്രവർത്തനം വേണ്ടിയാണ്. കൈ, കണ്ണ്, ഐ ഹാൻഡ് കോർഡിനേഷന് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ തെറാപ്പി ടേബിളാണ്. ഫിസിയോതെറാപ്പിക്ക് വേണ്ടി കുട്ടികൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് കിടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങളാണ്. ഇവിടെ വെച്ചാണ് ഫിസിയോതെറാപ്പി നടത്തുന്നത്. ഇവിടെ കൈ കഴുകാനുള്ള ഇവിടെ കൈ കഴുകാൻ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് സൈക്കിളാണ്. ബാത്റൂം, ലൈറ്റ്, ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടല്ലേ? ഇത് എക്സസൈസിന് വേണ്ടി സ്റ്റാൻഡിങ് സൈക്കിളാണ്. ഇതൊക്കെ അപ്പോൾ ഇതിങ്ങനെ ഉരുളത്തിലല്ലോ, ഇത് തന്നെ ഇരുന്ന് ഒക്കെ കാലിനുള്ള എക്സസൈസ്, കൈക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ഹോൾഡിങ് ഒക്കെ കിട്ടുന്ന ഒരു മെറ്റീരിയൽസാണിത്. ഇതിലൂടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ മ്യൂസിക് താല്പര്യമുള്ള കുട്ടികൾ നമ്മൾ അവിടെ നിർത്തിയാണ് മ്യൂസിക്കിന് വേണ്ടി. ഇപ്പം സ്പീച്ച് പ്രോബ്ലം ഉള്ള കുട്ടിക്കാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് തെറാപ്പി വഴി കുട്ടികൾ സ്പീച്ചിൻ്റെ മ്യൂസിക്കൊക്കെ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ഇൻക്ലൂസീവ് സ്കൂൾ ഇത് നമ്മൾക്ക് പേരൻ്റൽ അവയർനെസ് ഉണ്ടായിരുന്നു ഇവിടെ വെച്ച്. ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി ഒരു അവയർനെസ് ക്ലാസ് ഇവിടെ വെച്ച് നടന്നതാണ്. എന്താണ് PTC പ്രസിഡന്റ് അല്ലേ? എന്താ PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം നമ്മുടെ സ്കൂളിന് കൈവരിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുള്ളൊരു കാര്യമാണ്. എത്ര കുട്ടികൾ ഇപ്പോൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ഇപ്പം നമുക്ക് 50 കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും ഇപ്പോൾ 70ഓളം കുട്ടികൾ നമുക്ക് ഈ സെൻറ്ററിൽ വരുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മുടെ സ്കൂളിൽ നമുക്ക് 7 or 8 കുട്ടികൾ മാത്രമേ ഈ തെറാപ്പിയിലുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വെട്ടിക്കവല പഞ്ചായത്തിലെയും എല്ലാ പഞ്ചായത്തിലെയും വിവിധ സ്കൂളുകളിലെയും കുട്ടികളാണ് ഇത് വരുന്നത്. അവർ വരുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് ആ രക്ഷിതാക്കളുണ്ടാകുന്ന സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമാണ്. ഇത് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റ് ദൂര സ്ഥലങ്ങളിലേക്ക് അവരെ സംബന്ധിച്ച് കൊണ്ടുപോകുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തെറാപ്പിക്ക്. BRC അത്തരത്തിലൊരു നിർദ്ദേശം വെച്ചപ്പോഴും ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഈ ഒരു ദിവസമുള്ള തെറാപ്പി മാറ്റി അവർക്ക് 5 ദിവസവും തെറാപ്പി കൊടുക്കാൻ വലിയ സാഹചര്യം ഉണ്ടാകണമെന്നായിരുന്നു. അതെന്തായാലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കഴിഞ്ഞ പ്രസിഡന്റായിരുന്ന രഞ്ജിത് കുമാറിനോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം അതിനുവേണ്ടി ഒരു പ്രത്യേക പ്രോജക്റ്റ് തയ്യാറാക്കിക്കൊണ്ട് 5 ലക്ഷം രൂപ വകയിരുത്തി ആ പൈസ ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതി നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വരുമ്പം ഈ ഫെബ്രുവരി മാസം മുതൽ ഈ തെറാപ്പി 5 ദിവസം നമ്മുടെ സ്കൂളിൽ എത്ര സ്റ്റാഫുണ്ട് മൊത്തത്തിൽ? ഇപ്പം നമുക്ക് നിലവിൽ 2 സ്റ്റാഫാണുള്ളത്. 3 സ്റ്റാഫ്. തെറാപ്പിക്ക് 2 പേരും, അല്ലാതെ BRCയുടെ ചുമതലയുള്ള BRCയുടെ അണ്ടറിലാണോ? BRCയുടെ അണ്ടറിലാണ് പോകുന്നത്. എൽസമ്മ ടീച്ചറാണ് ചുമതല വഹിക്കുന്നത് ഇപ്പം നിലവിൽ. ഓക്കെ.
എൽസമ്മ ടീച്ചർ, ഇതെന്താണ് ടീച്ചർ? ഇത് കുട്ടികൾക്ക് നമ്മുടെ ഹാൻഡ് എക്സസൈസിന് വേണ്ടി വേണ്ടിയുള്ളതാണ്. ഓക്കെ. പിന്നെ ഇത് റാമ്പ് കുട്ടികൾക്ക് നടക്കാൻ വേണ്ടിയുള്ളതാണ്. ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നിറവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നടക്കുമ്പോഴും നിറവിൽ കൂടെ അവർ കാണുന്നുണ്ട് അവരുടെ ഫുഡിൻ്റെ സ്റ്റെപ്സ് ഒക്കെ. ഇതും ഒക്കെ എക്സസൈസിനുള്ള വീൽ ചെയർ മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ട്രെഡ്മില്ല്. ട്രെഡ്മില്ലുണ്ട്. നമ്മളിവിടെ CPC വെച്ചിട്ടുണ്ട്. സെർവൽ പാലസി കുട്ടികൾക്ക് വേണ്ടി കഴുത്ത് നല്ല ഉറയ്ക്കാത്ത ടോയ്സും ഉണ്ടല്ലോ, ഒരുപാട് ടോയ്സ് ഉണ്ടല്ലോ. ഇതിലാണ് ഇരുത്തുന്നത്. കഴുത്ത് നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ടീച്ചർ. ഞാൻ ലിജു മാർട്ടി, ഈ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ റൂമിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കൊല്ലം ജില്ലയിൽ ചിലപ്പോൾ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വിപുലമായ ഒരു ഭിന്നശേഷി സൗഹൃദ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള വികാസത്തിന് വേണ്ടിയുള്ളൊരു സംവിധാനമാണിത്. അപ്പം അങ്ങനെ 70ഓളം നമ്മുടെ പഞ്ചായത്തിലും മറ്റ് പഞ്ചായത്തുകളിലുള്ള 70ഓളം കുട്ടികളിലൂടെ വന്ന് വിവിധ തരത്തിലുള്ള തെറാപ്പികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി ചേർത്ത് നിർത്തുക എന്നുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അത് പൂർത്തിയായ വളരെ സന്തോഷം. ഇങ്ങനെ അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നമ്മൾ ഭാവിയിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. വെട്ടിക്കോല ഗ്രാമപഞ്ചായത്തും ഇതിനോടൊപ്പം നമ്മളോടൊപ്പം കൈകോർത്തിട്ടുണ്ട്. വളരെ സന്തോഷം.